ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. ഇന്ന് 13/8/2026 വ്യാഴാഴ്ച 78,079 എന്ന ലെവലിൽ ക്ലോസ് ആയ സെൻസെക്സിന്റെ ഇന്നുണ്ടായ മൂവ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നാളത്തേക്ക് വേണ്ടി ട്രേഡ് ചെയ്യുവാനുള്ള ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് പതിവ് പോലെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. 77,953 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി കിട്ടാവുന്ന പ്രധാന സപ്പോർട്ട് ലെവലായി കണക്കാക്കുന്നത്. ഈ ലെവലിന് തൊട്ട് താഴെയായി 77,856 എന്ന മൈനർ സപ്പോർട്ട് ലെവലും അതിന് തൊട്ട് മുകളിലായി 78,150 എന്ന മൈനർ റെസിസ്റ്റൻസ് ലെവലും മാർക്ക് ചെയ്തിരിക്കുന്നു. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയായി കൊടുത്തിട്ടുള്ള മൈനർ സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്നത് 78,150 എന്ന മൈനർ റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ലെവലിന് മുകളിലായി ഒരു 5 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതിരിക്കുകയും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ഹൈ ആണ്. അതിനു മുകളിലേക്ക് പ്രൈസ് കൂടി വരികയാണെങ്കിൽ കിട്ടിയേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നവ. ഇതിനു പകരം നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന മൈനർ റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ടാർഗറ്റ് 77,062 എന്ന ലെവലാണ്. ഈ ലെവലിന് താഴെയായി ഒരു 5 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന റിവേഴ്സിൽ അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതിരിക്കുകയും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നതെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതുവരെ ലഭിച്ചിട്ടുള്ള ഡേയ്സ് ലോ ആണ് പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ടാർഗറ്റ്. അതിനു താഴെയായി വീണ്ടും വില കുറഞ്ഞു വരികയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ സെൻസെക്സിൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഈ ചാനലിലെ ട്രേഡിംഗ് പ്ലാനും മറ്റു ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടന്റുകളും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇന്നത്തെ സെൻസെക്സിൻ്റെ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസവും എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്